മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ആൻമേരി മീഡിയയുടെ മാർവാലാഹ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. എളുപ്പവഴി വചനം പഠിക്കാം കൊട്ടേഷനോടുകൂടി. ഇന്നത്തെ കൊട്ടേഷൻ 6:7 എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനമാണ്. വിശുദ്ധ പൗലോസ്ലിയ 6:6 എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതല്പം കൂടുതലുള്ളതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് 6:7 എടുക്കുന്നത്. പക്ഷേ 6:6 6:5 നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. അത്ര നല്ല വചനമാണിത്. വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്നതുപോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്നതുപോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഈ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഹെഡിങ്, സബ് ഹെഡിങ്, ഭൃത്യന്മാരും യജമാനന്മാരും എന്നാണ്. 6-ാമത്തെ അധ്യായത്തിൽ 3-4 സബ് ഹെഡിങ്ങുകളുണ്ട്. അതിലൊന്നാണ് ഇത്. അപ്പോൾ ഈ ലൗകിക യജമാനന്മാരെ പ്രീണിപ്പിച്ച് സോപ്പിട്ട് ശുശ്രൂഷ ചെയ്യുന്നവർ ഉണ്ട് ഒരുപാട്. അവർക്കും ഉള്ളതുമാണ് ഈ വചനം. 5-6 റെഫർ ചെയ്താൽ മനസ്സിലാവും. മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്നതുപോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഒരിക്കൽ കൂടി, മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്നതുപോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. നമുക്ക് സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യാം. ആത്മീയ ശുശ്രൂഷയാകട്ടെ, മറ്റു ശുശ്രൂഷകളാകട്ടെ, നിൻ്റെ ജോലി മേഖലയാകട്ടെ, എവിടെയായിരുന്നാലും നിൻ്റെ സീനിയറിനെ സോപ്പിട്ട് അങ്ങനെ മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ മറ്റുള്ളവരുടെ കൺമുമ്പിൽ മാത്രം പ്രവർത്തിക്കുന്നവരാകാതെ കർത്താവിന് വേണ്ടി എന്നതുപോലെ ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 6-ാം അധ്യായം 7-ാം വാക്യം, എഫേസോസ്. അവസാന അധ്യായം 6 അധ്യായങ്ങളേ ഉള്ളൂ. അവസാന അധ്യായം 7-ാം വാക്യം. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.